പലപ്പോഴും നമ്മളെ കുട്ടികളുടെ ചില പെരുമാറ്റങ്ങൾ നമ്മളെ വളരെയേറെ വേദനിപ്പിക്കുമെങ്കിലും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ പോലും നമ്മളത് കാര്യമായിട്ട് ഗവനിക്കാറില്ല. അവൻ കുട്ടിയായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ വളർന്നു വരുമ്പോൾ അത് മാറിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ അവഗണിച്ച് വിടാറുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ അവഗണിച്ച് വിടുന്ന കാര്യങ്ങളായിരിക്കാം ഭാവിയിൽ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് പെരുമാറ്റ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് എത്രയും നല്ലതാണോ അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല, പെരുമാറ്റ പ്രശ്നങ്ങൾ, കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് പെരുമാറ്റ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെരുമാറ്റ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രായത്തിനും അതുപോലെ തന്നെ സാഹചര്യത്തിനും അനുസരിക്കാതെ ഉള്ള പെരുമാറ്റങ്ങളാണ് പെരുമാറ്റ പ്രശ്നങ്ങൾ, അതുപോലെ ബിഹേവിയർ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഭയങ്കരമായിട്ടുള്ള കോപം, പ്രായത്തിനനുസരിച്ചുള്ള അല്ലാത്ത രീതിയിലുള്ള തിരിച്ചുള്ള സംസാരം, അതുപോലെ തന്നെ മിണ്ടാതിരിക്കുക, ചില പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് ഒന്നും മിണ്ടാതെ മാറിയിരിക്കുക, അതുപോലെ തന്നെ ഭയം. നമ്മൾ പറയും സാധാരണ കുട്ടികൾക്ക് ഭയം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ തോത് കൂടുതലാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നെ പഠനത്തിൽ അശ്രദ്ധ, ഇവയെല്ലാം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് അവർ കാണിച്ചു തരും. ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളൊന്ന് ശരിക്കും വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കോപമുണ്ട്. അത് സാധാരണതയിൽ കൂടുതൽ കോപം കാണിക്കുന്നുണ്ട്, അക്രമം കാണിക്കുന്നുണ്ട്. കോപം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കുട്ടി സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ട്, കള്ളം പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭയവുമാണെങ്കിലും എന്തുമാണെങ്കിലും അധികമായ പ്രശ്നമാണല്ലേ. അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാതെ പഠനത്തിൽ എപ്പോഴെപ്പോഴും മിസ്റ്റേക്കുകൾ, ഇപ്പോൾ നോട്ട് കംപ്ലീറ്റ് ആക്കാതെ വരിക, വായിക്കുമ്പോൾ തെറ്റ് വരുത്തുക, അതുപോലെ തന്നെ എഴുതുമ്പോൾ തിരിച്ചെഴുതുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുണ്ടാകുന്ന ബിഹേവിയറലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ നേരത്തെ തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ, നേരത്തെ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു പ്രശ്നം ഭാവിയിലേക്ക് വലിയ ഒരു അപകടമായി മാറാതെ നമുക്കത് പരിഹരിക്കാനായിട്ട് കഴിയും. അത് കൂടുതൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രശ്നം വളരുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം കുട്ടിക്ക് സംസാരിക്കാനോ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ഒക്കെ നമുക്ക് പ്രോത്സാഹനങ്ങൾ നൽകാനായിട്ട് സാധിക്കും. അപ്പം കുട്ടിയുടെ നമ്മൾ പറഞ്ഞില്ലേ, ബിഹേവിയറൽ പ്രോബ്ലം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അവർക്ക് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പത്തിലെ തന്നെ അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ആത്മവിശ്വാസം വളർത്താനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ഭാവിയിൽ ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തടയാനായിട്ടും സാധിക്കും. ഇപ്പം നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ നമ്മൾ ഇപ്പോൾ കുട്ടി ചെയ്യുന്നതല്ലേ, കുഴപ്പമില്ല, ദേഷ്യം അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർ വളരുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ദേഷ്യത്തിൻ്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കും. അത് പിന്നെ ഭാവിയിലേക്ക് വരുമ്പോൾ അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഇപ്പോൾ കോണ്ടാക്ട് ഡിസോർഡറിലേക്കൊക്കെ മാറാനായിട്ട് വഴിയൊരുക്കും. അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ തന്നെ നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടിയെ നമുക്ക് കൂടുതൽ അവർക്ക് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ അവർക്ക് പഠനത്തിൽ വീക്കാണെങ്കിൽ പഠന വൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രെയിനിങ് കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവരെ വളരെയേറെ സഹായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ അതിനെ ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ അവഗണിക്കാതെ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠന വൈകല്യമുള്ള കുട്ടികൾ, ഇപ്പം ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്ക് അവർക്ക് ഐക്യൂലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ പഠിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഓർമ്മ നിൽക്കുന്നു,
പഠിക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുന്നു, അതുപോലെ തന്നെ ചില വാക്കുകളൊക്കെ തെറ്റിച്ചെഴുതുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കുട്ടിക്ക് ആങ്സൈറ്റിയൊക്കെ കൂടാം. സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ചില മാനറിസംസ് അവർ കാണിക്കും. അപ്പോൾ അങ്ങനെ ആങ്സൈറ്റി കൂടും. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളത് അവഗണിക്കാതെ കുട്ടിക്ക് പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ തല്ലുവോ വഴക്ക് പറയുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ ശിക്ഷിക്കുന്നതിന് പകരം അവർക്ക് പിന്തുണ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുക. ആവശ്യമായാൽ കൗൺസിലറുടെയോ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സഹായം തേടുക. ചെറിയ അവരുടെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾക്ക് പോലും അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് കുട്ടിയിൽ വളരെയേറെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അപ്പോൾ ഓരോ കുട്ടിയുടെയും പെരുമാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമുക്ക് സമയമെടുത്താൽ പോലും കുട്ടിയുടെ ഭാവി നമുക്ക് ഒരു ശോഭനമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ചെറുപ്പത്തിലെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കുട്ടികളുടെയും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഒരു പരിധിവരെ ചെറുപ്പത്തിൽ തന്നെ പരിഹരിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ തന്നെ പഠനത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെ കോണ്ടാക്ട് ഡിസോർഡർ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴികടത്താതെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.